അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദിഷ്ട UAE സന്ദർശനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്ന്. US പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം, രണ്ടാം തവണ US പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം തന്റെ ആദ്യത്തെ വിദേശ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് US പ്രസിഡന്റ്. ഇതിൽ ആദ്യം പറഞ്ഞിരുന്നത് സൗദി അറേബ്യയിലേക്ക് മെയ് മാസം പകുതിയോടെ അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനം നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ US പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത് സൗദി മാത്രമല്ല, പശ്ചിമേഷ്യൻ മേഖലയിൽ UAEയും വളരെ പ്രാധാന്യമുള്ള രാജ്യമാണ്. UAEയും താൻ സന്ദർശിക്കും, ഒപ്പം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളും തന്റെ ഈ സന്ദർശനത്തിനിടയിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാറിയ ലോകക്രമത്തില് GCC രാജ്യങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമാണ് ലോകരാജ്യങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് US പ്രസിഡന്റിന്റെ ഗൾഫ് മേഖലയിലേക്കുള്ള സന്ദർശനം. കഴിഞ്ഞ തവണയും സൗദി അറേബ്യ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് US പ്രസിഡന്റ് സന്ദർശനം നടത്തിയത്. ട്രംപ് ആദ്യം പ്രസിഡന്റായി അധികാരമേൽക്കുന്ന വേളയിലും അന്ന് $450 ബില്യൺ വിദേശ നിക്ഷേപമാണ് സൗദി അറേബ്യ അമേരിക്കയിൽ നടത്തിയത്. ഇത്തവണ അത് ഇരട്ടിക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏകദേശം $1 ട്രില്യൺ നിക്ഷേപം സൗദി അറേബ്യ അമേരിക്കയിൽ നടത്തും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ ഈ യുക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ളവരുമായി ഒരു ചർച്ച നടക്കും. അതിന് സൗദി അറേബ്യ മധ്യസ്ഥം വഹിക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരം നിരവധി റിപ്പോർട്ടുകൾക്കിടയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഥമ GCC സന്ദർശനം. പെരുന്നാൾ അവധികളുമായി ബന്ധപ്പെട്ട തിരക്കിൽ തന്നെയാണ് UAE ഇപ്പോഴുള്ളത്. ഇന്നുകൊണ്ട് അവധികൾ അവസാനിക്കും. നാളെ UAEയിൽ പ്രവൃത്തി ദിനം പുനരാരംഭിക്കും. പല എമിറേറ്റുകളിലും പ്രധാന പാതകളിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടാണ്. ദുബായിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്തായാലും ദുബായിൽ RTA ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏത് ഡെസ്റ്റിനേഷനിൽ പോകണം എന്നുണ്ടെങ്കിലും കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണം എന്നുള്ള ഒരു കാര്യമാണ്. അത്രമാത്രം തിരക്കാണ് നിരത്തുകളിൽ. അപ്പൊ കൃത്യസമയത്ത് നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കണ്ട് പുറപ്പെടുക എന്നുള്ള RTAയുടെ നിർദ്ദേശം പ്രത്യേകമായി ശ്രദ്ധിക്കുക. CBSEയുമായി ബന്ധപ്പെട്ട് 10-12 ക്ലാസ്സുകളിലെ പഠിക്കുന്ന, പുതിയ അധ്യയന വർഷത്തിൽ പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് ഈ സിലബസുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി CBSE ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികളുടെ സർവ്വതോന്മുഖമായ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള മാറ്റമാണ് സിലബസിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സിലബസിൽ മാത്രമല്ല, 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ കാര്യത്തിലും CBSE വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇത്തവണ CBSE 10ാം ക്ലാസ്സിൽ 2 ബോർഡ് പരീക്ഷയാണ് ഉണ്ടാവുക. ഒന്ന് ഫെബ്രുവരിയിലും മറ്റൊന്ന് ഏപ്രിലിലും. കുട്ടികൾക്ക് ഈ പരീക്ഷാകാലത്തെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബോർഡ് എക്സാം കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യത്തെ പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണെങ്കിൽ ഏപ്രിലിലെ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചെഴുതി മാർക്ക് കൂടുതൽ കരസ്ഥമാക്കാനുള്ള ഒരു അവസരം കൂടി കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. CBSE 12ാം ക്ലാസ്സിൽ ഒരൊറ്റ പരീക്ഷ, ആനുവൽ പരീക്ഷ ഉണ്ടാവുകയുള്ളൂ. അതിലൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അസസ്മെന്റുകളുടെ കാര്യത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കും. ഓർമ്മയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാവില്ല ഇത്തവണ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം കുട്ടികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനെ അധികരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. എക്സ്പെരിമെന്റൽ ലേണിംഗ്, പ്രൊജക്ട് ബേസ്ഡ് അസസ്മെന്റ്, ടെക്നോളജി എനേബിൾഡ് എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ CBSEയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്തായാലും 10-12 ക്ലാസ്സുകളിലെ സിലബസിൽ 2025-26 അധ്യയന വർഷം മാറ്റം വരികയാണ്. സിലബസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് CBSE പുറത്തിറക്കിയിട്ടുണ്ട്. വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി ഇന്ന് തികച്ചും ലോക്കലിൽ പറയേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റാസൽ ഖൈമയിൽ ഫ്ളാറ്റിനുള്ളിൽ പാചകത്തിനിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലയാളിയുടെ മരണമാണ് ഇനി പറയാനുള്ളത്. കൊല്ലം ഓയൂർ സ്വദേശിയാണ്. ഓയൂർ റോഡുവിള പുത്തൻ വീട്ടിൽ ഇർഷാദ് എന്ന 50-കാരനാണ് കഴിഞ്ഞ ദിവസം മരണമടഞ്ഞത്. ദുബായിൽ ചികിത്സയിലായിരുന്നു. റാസൽ ഖൈമയിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. ഫ്ളാറ്റിൽ പാചകത്തിനിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഭാര്യ ഷീബ, 2 മക്കൾ നിലോഫർ ഫാത്തിമ, മുഹമ്മദ് ഫൈസൽ എന്നിവരാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരം പിന്നീട് നടക്കും എന്നാണ് കുടുംബവൃത്തങ്ങൾ അറിയിക്കുന്നത്.